ഈ ആഴ്ച 9 പേരാണ് നോമിനേറ്റ് ആയിട്ടുള്ളത്. നമ്മുടെ പവർ ടീമിൽ 2 പേരടക്കം 9 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. പവർ ടീമിൽ അവർ എങ്ങനെ നോമിനേറ്റ് ആയെന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്ന് നമ്മുടെ പവർ ടീമിനെടുത്ത് നമ്മുടെ ഇവര് പറയുന്നത്, അതായത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ ടീം ഭയങ്കര മോശമാണ്. അതായത് കഴിഞ്ഞ വീക്കില് പ്രേക്ഷകരുടെ അഭിപ്രായം അങ്ങനെയായിരുന്നു. കാരണം ഭയങ്കര ഇനാക്റ്റീവ് ആയിട്ട് തോന്നി പ്രേക്ഷകർക്ക്. അതുപോലെ തന്നെ ബിഗ് ബോസിന് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരെ മാറ്റണം. അതായത് പവർ ടീമിൽ അവർ തന്നെ തീരുമാനിച്ച് 2 പേരെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ മാറ്റുന്നത് വേറെ ആരല്ല, നമ്മുടെ ഗബ്രീനും അതുപോലെ തന്നെ ഋഷിയാണ് മാറ്റുന്നത്. നമ്മുടെ ഗബ്രിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല മാറാൻ. പിന്നെ എന്തോ അങ്ങ് സമ്മതിച്ചു, പിന്നെ അവർ മാറി. അതിന് ശേഷം പിന്നെ അതിനകത്ത് നമ്മുടെ 2 പേരെ തെരഞ്ഞെടുക്കണല്ലോ. അത് തെരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് പേരെ എടുക്കുന്നുണ്ട്. അത് അവരാരാന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ജാസ്മിൻ, പിന്നെ സിജോ, പിന്നെ വന്നിട്ട് ജിൻഡോ, പിന്നെ നമ്മുടെ നന്ദനും സായും, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. അവർക്കുള്ള മത്സരം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല. അതായത് പിന്നെ നമ്മുടെ ഈ ഹോട്ട് സീറ്റ് പോലെ, അതായത് കുറെ പേര് ഇങ്ങനെ ഇരിക്കും. അവർ റൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് അവർ തന്നെ ഡിബേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സീസണിലും. തർക്കിച്ച് അവസാനം വരുന്ന 2 പേര്, അവരാണ് വിജയിക്കുന്നത്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ നന്ദനും സായിയാണ്. അപ്പൊ അവരെ പവർ റൂമിലോട്ട് എടുക്കുന്നു. നമ്മുടെ സായിനും സ്വയനല്ല ഋഷീനെ അതുപോലെ തന്നെ ഗബ്രീനെ ഔട്ടാക്കുന്നു. പിന്നെ നോമിനേഷൻ വന്നു. നോമിനേഷനകത്ത് നമ്മുടെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജാസ്മിനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഞാൻ പേര് പറയാം. കാരണം ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമല്ലോ, അന്നേരം എപ്പിസോഡിൽ വന്നു. അതുപോലെ തന്നെ ലൈൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അതൊന്നും പറഞ്ഞിട്ട്. പേര് ഞാൻ വായിക്കാം. ജാസ്മിൻ 1, പിന്നെ അൻസിബ, ജിൻഡോ, നോറ, ഗബ്രി, ഋഷി, പിന്നെ അഭിഷേക് ശ്രീകുമാർ, സിജോ, ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഒരു നോമിനേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. കാരണം അത്യാവശ്യം അവിടെ നിൽക്കുന്നതിൽ കുറച്ച് വാ തുറക്കുന്നതും കുറച്ച് ഗെയിം കളിക്കുന്നതുമായ കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇത്രയും പേര്. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു, എന്റെ ഒരു നിഗമനമാണ് പറയുന്നത്. പക്ഷെ അൻസിബേനെ പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ വീക്ക് തൊട്ടിട്ട് അല്ല മുന്നേ തൊട്ട് അൻസിബയ്ക്ക് അത്യാവശ്യം തരത്തിലുള്ള കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഓൾറെഡി ആളൊരു ഫിലിം ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുറെ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അൻസിബേനെ. പിന്നെ അവിടെ കുറെ നല്ല രീതിയിൽ പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ് അൻസിബ. കാരണം കറക്റ്റ് നിരീക്ഷിക്കുക, അത് പ്രേക്ഷകർ എന്താണോ പുറത്ത് പറയുന്നത് അതാണ് അൻസിബ എപ്പോഴും അൻസിബ പറയുന്ന ഓരോ കാര്യങ്ങളും അത് അത്രയും കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അൻസിബ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ആ രീതിയിലും അൻസിബനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നു അർജുനാണെങ്കിൽ പോലും കുറെ ഫാൻസ് ഉണ്ട്. കാരണം കുറെ നമ്മുടെ ഇതുപോലെ തന്നെ ഗേൾസ് ഫാൻസ് കൂടുതലാണ് അർജുന്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അർജുന് വോട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ജാസ്മിൻ ഓബിയസ്ലി നല്ല ആർമികളും നല്ല രീതിയിലുള്ള സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നല്ല ഗെയിമർ തന്നെയാണ് ജാസ്മിൻ, എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ജിൻഡോയുടെ കാര്യം പറയണ്ടല്ലോ. ജിൻഡോ ആണ് മികച്ചു നിൽക്കുന്നത്. ഇപ്പം എല്ലാ പോളുകളിലും എല്ലാവരും ചർച്ചാ വിഷയവും ഇവിടെ ഗെയിം വന്നിട്ട് കളിക്കുന്നതും ജിൻഡോ ആണ്. അപ്പൊ ജിൻഡോ എന്തായാലും എവിക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അർജുന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നോറയാണ് അവിടെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്ന, ഒരു പേടിയില്ലാതെ എല്ലാ കാര്യങ്ങളോടും എല്ലായിടത്തും ട്രിഗർ ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നോറയ്ക്കും അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഗബ്രിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ ഗബ്രിക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. പിന്നെ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഗബ്രി ഔട്ട് ആവാനുള്ള. പിന്നെ അത് നമുക്ക് പറയാം, എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ഗബ്രീനെ സ്നേഹിക്കുന്ന ആൾക്കാരും കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഋഷി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ട്. ഒരു 10 വർഷം മുന്നോട്ടുള്ള ഫാൻ ബേസ് നമ്മുടെ ഋഷിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും എല്ലാ പിള്ളേർക്കും ഒക്കെ ഋഷിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഋഷി അവിടെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും ഋഷിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും ഋഷി പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോവുമായിരിക്കും. അപ്പൊ ഋഷി പോവാനും ചാൻസ് കുറവാണ്. പിന്നെ വന്നിട്ട് പിന്നെ ആരാണുള്ളത്? പിന്നെ അഭിഷേക് എസ് അന്നത്തെ ഒരു ഡയലോഗിൽ തന്നെ നമ്മുടെ ഫാൻസ് കുറച്ചധികം കേറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഒന്നും അവിടെ സംസാരിക്കാൻ പറയുന്നൊന്നും കാണുന്നൊന്നുമില്ല. ആളോട് പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്നൊന്നും കാണില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കി അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ എന്നാലും മുന്നേ കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് ഫാൻസ് ആയി കുറച്ച് വോട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിയില്ല ഇനി എന്താകും എന്നുള്ള കാര്യം. പിന്നെ സിജോന്റെ കാര്യം, സിജോ ഒരു സമയത്ത് അത്യാവശ്യം നല്ല ഫാൻസ് ബേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. പിന്നെ തിരിച്ചു പോയി. അതിനുശേഷം കുറച്ച് ആളെ നമ്മൾ കാണാത്തോണ്ട് ആൾക്കാർക്ക് കുറച്ച് ഇതുണ്ട്. എന്നാലും പക്ഷെ ഔട്ട് ആവത്തൊന്നുമില്ല. എന്തായാലും വോട്ട് അത്യാവശ്യം നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം ആര് പോകും എന്നുള്ളത് ഭയങ്കരമായ ഒരു ട്വിസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഈ വീക്ക് എന്തായാലും
രണ്ടുപേര് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ വീക്ക് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഓൾറെഡി നമ്മുടെ വീട്ടിനകത്ത് ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. പിന്നെ ഇത്രയും നാളായിട്ട് ഒന്ന് വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും പോകുന്നത്. ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ പോൾ ഇടുന്നുണ്ട്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വെച്ചിട്ട്. അപ്പൊ അതിനെല്ലാവരും എന്തായാലും ആ പോൾ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അതും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.